തന്റെ ഒരു അഭിപ്രായം ഭയാശങ്കകൾ ഏതുമില്ലാതെ തുറന്നു പറഞ്ഞു എന്നതാണ്. ജന്തർ മന്ദിറിൽ നടന്ന സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ കഴിഞ്ഞ ഡൽഹി പ്രൊട്ടസ്റ്റിൽ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള രണ്ടാളുകളാണ്. ഒന്ന് വിസ്മയ മോഹൻലാലും, രണ്ട് പേർളി മാണി. ഈ രണ്ടാളുകളുടെയും ഇപ്പോഴത്തെ അവസ്ഥ ഒരാളുടെ ഭയങ്കര പരിതാപകരമാണെങ്കിൽ ഒരാളുടെ ഭയങ്കര അടിപൊളിയായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവർ ഏത് സിറ്റുവേഷനിൽ എന്ത് അഭിപ്രായം പറഞ്ഞു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് രണ്ടാളുകൾക്കും ഈ രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അവിടെ പേർളി മാണി അന്ന് ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ സമയത്തേക്ക് അവരോട് വീട്ടിൽ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഭീകരമായിട്ട് ലക്ഷക്കണക്കിന് അൺഫോളോ അടിച്ച ആളുകൾ പോകുന്നു. ശേഷം തന്റെ യൂട്യൂബ് പ്രൊഫൈലിലോട്ട് കയറി നോക്കുമ്പോഴത്തേക്കിന് വ്യൂവർഷിപ്പ് പോലും നേരത്തെ പകുതിയുടെ പകുതി പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇപ്പോഴത്തെ വിസ്മയ മോഹൻലാലിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കിന് ആളുകൾ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുകയും ഭയങ്കര ബോഡി ഷെയിം ചെയ്യുകയും അങ്ങനെ ഏതൊക്കെ രീതിയിൽ പുള്ളിക്കാരിനെ തളർത്താൻ ശ്രമിക്കും അതൊക്കെ ശ്രമിച്ചിട്ട് കൂടി ഇന്ന് പുള്ളിക്കാരി ഒരു സക്സസിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഈ തുടക്കം എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മീഡിയസിന്റെ മുന്നിലൊക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്തേക്കിന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടനോ ആന്റണി പെരുമ്പാവൂർ ഇവരൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ക്രൗഡിനെ ഫേസ് ചെയ്യാനെ കൊണ്ട് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി, ഭയങ്കര ടെൻഷനാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കിൽ പല ആളുകളും കമന്റ് ബോക്സിൽ വന്നിട്ട് ഭീകരമായിട്ട് ബോഡി ഷെയിം ചെയ്യുകയും സെക്ഷലൈസ് ചെയ്ത് തന്നെ കമന്റുകൾ പറയും. പിന്നെ സംഘിക്കൂട്ടങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഈ ഒരു സിനിമേനെ തകർക്കാൻ ശ്രമിക്കാമോ, അല്ലെങ്കിൽ വിസ്മയ മോഹൻലാല് നമ്മുടെ ഈ പ്രൊട്ടസ്റ്റിനൊപ്പം നിന്നു എന്ന പേരിലാണെങ്കിൽ കുറെ സംഘിക്കൂട്ടങ്ങൾ ഏതൊക്കെ രീതിയിൽ പുള്ളിക്കാരിനെ തളർത്താൻ ശ്രമിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവിടെ ഒന്നും ആ ഒരു ലേഡി തളർന്നില്ല. കാരണം പുലിക്ക് പറഞ്ഞത് പൂച്ചക്കുട്ടി ആവത്തില്ലല്ലോ. എന്താണെങ്കിലും വിസ്മയ മോഹൻലാല് ആ ഒരു തന്റേടത്തോടെ കൂടെ തന്നെയാണ് ആ ഒരു അഭിപ്രായം പറഞ്ഞത്. എന്താണെങ്കിലും ഏതൊക്കെ രീതിയിൽ ഇവർ ശ്രമിച്ചിട്ടാണെങ്കിലും നടക്കാത്ത കാര്യം എന്താണെങ്കിലും സിനിമ ഇറങ്ങിയ ശേഷം നല്ല രീതിയിൽ തന്നെ ആ സിനിമ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ആലപ്പി അഷ്റഫ് പുള്ളി ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്ത് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. സിനിമാ ചരിത്രത്തിൽ ഒരു പുതുമുഖ നായിക ഇത്രയധികം സൈബർ ആക്രമണത്തിന് പാത്രമാകേണ്ടി വന്നത് ഇതാദ്യമായാണ്. അതും ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ്. ഇതിന് വഴിവെച്ചത് തന്റെ ഒരു അഭിപ്രായം ഭയാശങ്കകൾ ഏതുമില്ലാതെ തുറന്നു പറഞ്ഞു എന്നതാണ്. ജന്തർ മന്ദിറിൽ നടന്ന സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി സമരത്തിൽ പ്രതിഷേധിച്ചവരെ അടിച്ചമർത്താൻ ഡൽഹി പോലീസ് നടത്തിയ നടപടികളെ അപലപിച്ചുകൊണ്ടുള്ള വിസ്മയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇതിന് കാരണമായത്. ജനാധിപത്യ രാജ്യത്തിൽ ചോദ്യം ചെയ്യാനും ശബ്ദമുയർത്താനും അവകാശമുണ്ട്. ചോദ്യം ചെയ്യുന്ന പൗരന്മാരെ നേരിടേണ്ടത് ഇങ്ങനെയല്ലായിരുന്നു എന്നതാണ് വിസ്മയ പറഞ്ഞിരുന്നത്. വിസ്മയ നായികയായി അഭിനയിക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ അവർക്ക് ആശംസകളും അഭിനന്ദനങ്ങളുമായി സോഷ്യൽ മീഡിയ നിറയുകയായിരുന്നു. എന്നാൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം സത്യസന്ധമായി പറഞ്ഞതിന്റെ പേരിൽ അവരെ പാടി പുകഴ്ത്തിയവർ തന്നെ അവർക്ക് നേരെ ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി കല്ലെറിയുകയാണ് ഉണ്ടായത്. അവർ അഭിനയിച്ച പടം കാണില്ല, അവരുടെ തുടക്കം ഒടുക്കമാക്കും, അവരെ സിനിമാ ലോകത്ത് നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുമെന്നൊക്കെ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്നലെ ചിത്രം തിയേറ്ററുകളിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ ഒടുങ്ങാനും ഒതുങ്ങാനുമുള്ള തുടക്കമല്ല, തുടരാനുള്ള തുടക്കമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിസ്മയ മോഹൻലാൽ. അതന്നെയാണ്. അല്ലെങ്കിലും പുലിക്ക് പറഞ്ഞത് പൂച്ചക്കുട്ടിയാവത്തില്ലല്ലോ. എന്താണെങ്കിലും സംഘിക്കൂട്ടങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലാക്കാണെന്നുള്ളത് വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ്മയ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നേക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നേക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നിലയിലോട്ട് കാര്യങ്ങൾ ഇപ്പൊ മാറിയിരിക്കുകയാണ്. ആദ്യം വിസ്മയ മോഹൻലാലിനായിരുന്നു ഇത് അറ്റാക്ക് കാര്യങ്ങളൊക്കെ, അതൊന്നും ഏശുന്നില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കിന് വിസ്മയ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഈ തലച്ചോറിന് പകരം ചാണകച്ചോറ് എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ എന്നാ പറയാനാണ്. ഞാനിപ്പോ മനോരമ ഓൺലൈനിൽ വന്ന ഒരു പോസ്റ്റ് വയ്ക്കാം. പേർളി മാണി സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ ഉറങ്ങുകയായിരുന്നു, കമന്റിന് ചുട്ട മറുപടി നൽകി സീമാജി നായർ. അതായത് സീമാജി നായർ വിസ്മയ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ അതിന്റെ താഴെ കമന്റ് ബോക്സിൽ നിന്ന് കുറച്ച് ആൾക്കാർ മറുപടി പറഞ്ഞതിന് തിരിച്ച് റിപ്ലൈ കൊടുത്തതിന്റെ ഒരു സംഭവമാണ്. എന്താണെങ്കിലും സീമാജി നായർ പുള്ളിക്കാരിട്ടേക്കുന്ന പോസ്റ്റ് നമുക്ക് വായിക്കാം. ശുഭദിനം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിസ്മയ. അച്ഛനും അമ്മയും സ്നേഹപൂർവ്വം മായ എന്ന് വിളിക്കുന്ന മോൾ ഇത്രയധികം വലിച്ചു കീറാൻ ഈ മോൾ എന്താണ് ചെയ്തത്? ഈ ജനാധിപത്യ രാജ്യത്തിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഏത് വിധേനയും തേച്ചൊട്ടിക്കുക, എത്രമാത്രം നികൃഷ്ടമായി സംസാരിക്കാമോ അത്രയും സംസാരിക്കുക. ചില കമന്റുകൾ വായിക്കുന്ന നമുക്ക് പോലും സഹിക്കുന്നില്ല. രാഷ്ട്രീയ അന്ധത പിടിച്ച കണ്ണുകൾ. പിന്നെ വിസ്മയുടെ സംസാരത്തിനെയും ബോഡി ലാംഗ്വേജിനെയും ചോദ്യം ചെയ്ത് കുറച്ചുപേർ ഞാനൊക്കെ എത്രയോ നാടകങ്ങൾ അഭിനയിച്ചു, ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ നാടകം ചെയ്തു. ഇപ്പോഴും ഒരു ചെറിയ പ്രോഗ്രാമിന് ചെന്നാൽ പോലും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
ടെൻഷനാണ്, ചുണ്ടൊക്കെ വരണ്ട, നാവൊക്കെ താന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ലാലേട്ടൻ്റെ മോൾ എന്ന പ്രിവിലേജിൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രകടനവും കാണിക്കാത്ത ഒരു കുട്ടിയുടെ അവസ്ഥ എന്താകും? അത് തന്നെയാണ്. ആ ഒരു മീഡിയാസിൻ്റെ ഒക്കെ മുന്നിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു ഇൻസെക്യൂരിറ്റി, ടെൻഷൻ ആവുന്നത്. പിന്നെ പുള്ളിക്കാരിയുടെ അപ്പിയർ ചെയ്യുന്ന രീതിയിലൊക്കെ ആൾക്കാർ ആ ഒരു മാനറിസത്തിലൊക്കെ തന്നെ എന്തോരം വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞേക്കുന്നത്. ഇത്രയും വലിയ ആൾക്കാരും സദസ്സും മുന്നിൽ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു പണിയുമില്ലാതെ ഒരു പണിക്കും പോകാതെ ഇരുന്ന് തെറി വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, വല്ല പണിക്കും പോയി കുടുംബം പോറ്റാൻ നോക്കൂ. എന്തൊക്കെ പറഞ്ഞാലും എത്ര ബോഡി ഷേമിംഗ് ഉണ്ടായാലും വിസ്മയ ലാലേട്ടൻ്റെ മകളാണ്. ഇതൊന്നും ആ കുട്ടി കേൾക്കില്ല. വിസ്മയുടെ കലാരംഗത്തേക്കുള്ള തുടക്കം ഗംഭീരമാവട്ടെ, നന്മകൾ നേരുന്നു, സിനിമയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സീമാജി നായർ ആ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത്. ഇനി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് ടീംസ് വന്ന് പറയുന്നുണ്ടായിരുന്നു. വിജയൻ ശങ്കർ, ചേച്ചി സിനിമയുടെ റിലീസിൻ്റെ 4 ദിവസം മുമ്പ് പെട്ടെന്ന് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെ വന്നു? അതും കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് കാണില്ല. കുട്ടിക്ക് ലോങ് സൈറ്റ് ആവും. ഏതൊരാൾക്കും മനസ്സിലാവും ഇത് PR ആണെന്ന്. 2 പേർ കുറ്റം ചെയ്തവരെ ഒരാളെ മാത്രം ഉപദേശിക്കുന്ന രീതി, അതിലെന്തോ പ്രശ്നമില്ലേ? വിജയൻ, എനിക്കും കാര്യം മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിച്ചത് ആ കുട്ടി ഉദ്ദേശിച്ചില്ല, അത്ര തന്നെ. ഇവിടെ വിജയൻ ഇങ്ങനെ പോലുള്ള ടീംസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വിസ്മയ മോഹൻലാൽ ഈ മീഡിയ പ്രസൻസിലൊക്കെ വന്ന സമയത്തേക്ക് ഇത്രയും ആൾക്കാർ അതിനകത്തും ബോഡി ഷെയ്മിങ്ങും നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത അമ്മാതിരി സെക്ഷലൈസ് ചെയ്തുള്ള കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യാം, സിനിമയ്ക്ക് റിലീസായിട്ട് എല്ലാം ഒന്ന് ആറി തണുത്തിട്ട് എല്ലാവരും ഇതിനെ പറ്റിയിട്ട് മറന്നു തുടങ്ങുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതിയാവല്ലോ അല്ലേ? പേളിമാണി സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ നന്മമരം ഒന്നുമല്ല, ഫേക്ക് ആണ്. കാരണം മോഹൻലാലിനെ സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. പേളിമാണിയെയോ രേണുസുതിയെയോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോൾ പുള്ളിക്കാരി റിപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഉറങ്ങി. അതെന്നാ പറയാ ചേച്ചി, പുള്ളിക്കാരി വലിയ മറ്റേ അഡ്വക്കേറ്റ് സജീവ് അങ്ങനെ വലിയ കാര്യത്തിൽ എന്തോ പറയാൻ വന്നതാണ്. പക്ഷേ പുള്ളിക്കാരി ഒരൊറ്റ മറുപടിയിൽ അങ്ങനെ അയാളെ അങ്ങ് ഇരുത്തി കളഞ്ഞു. അതായത് പുള്ളിക്കാരി ഉറങ്ങുകയായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനെ പുള്ളിക്കാരി തന്നെ പറഞ്ഞു, അതെ ഞാൻ ഉറങ്ങി. അല്ല, പ്രശ്നം അങ്ങ് തീർന്നില്ല, അങ്ങ് സമ്മതിച്ചെടുത്ത പ്രശ്നം തീർന്നില്ല. ഇവിടെ പേളിമാണി ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞതിനേക്കാൾ ഉപരി പുള്ളിക്കാരി അവരുടെ അടുത്ത് വീട്ടിൽ പോയിരിക്കും എന്നുള്ള സംഭവം പറഞ്ഞതിന്റെ പേരിലാണ് ആൾക്കാർക്ക് ഇത്രയും പൊളിഞ്ഞത്. പറഞ്ഞു മനസ്സിലായി. ഇവിടെ ഇപ്പൊ പുള്ളിക്കാരിയുടെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളുടെ ആ ഒരു പ്രൊഫഷനെ തന്നെ ഇതാക്കിയപ്പോഴത്തേക്കിന് പുള്ളിക്കാരി അതിനുശേഷം സോറി വന്ന് പറഞ്ഞു. എങ്കിൽ പോലും ആ ഒരു സമയത്തേക്ക് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുപോലെ ഈ പറഞ്ഞ ബിഗ് ലാലേട്ടന്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ അങ്ങനെ ആരുടെ ചെയ്തില്ല. പുള്ളിക്കാരിയുടെ അഭിപ്രായം എന്താണോ അത് സ്റ്റേൺ ആയിട്ട് കാര്യം വന്ന് സ്ട്രേറ്റ് ആയിട്ട് കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞാലും എനിക്ക് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഈവൻ മേജർ ബി പറഞ്ഞ കാര്യത്തിന് പോലും പട്ടി അതിൻ്റെ പോലും കാണിച്ചിട്ടില്ല. അപ്പോഴാണ് ഓക്കെ. അപ്പം അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രാഷ്ട്രീയം പറഞ്ഞാൽ തിരിച്ചു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? പേളിമാണിയെ വലിച്ചു കീറിയപ്പോൾ എവിടെയായിരുന്നു സീമാജി നായർ? രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന അരാജകവാദികളോട് ഐക്യപ്പെട്ടാൽ ആരുടെ മോളാണെങ്കിലും പ്രതികരിക്കില്ലേ? പ്രതികരിച്ചോ നിങ്ങൾ? അവിടെ പറഞ്ഞങ്ങ് ഇരുത്തി കളഞ്ഞു പുള്ളിക്കാരി. അടുത്തത്, അതേ നായരെ, പേളി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അവരെ വലിച്ചു കീറുമായിരുന്നല്ലോ. അപ്പോൾ എന്തേ നിങ്ങളുടെ വായിൽ നട്ടായിരുന്നു? ഇപ്പൊ കുറെ മലവാണങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. നട്ട് നിന്റെ വായിൽ, അത് വിഴുങ്ങാതെ നോക്കിയും. ഇവിടെ പേളിമാണി പറഞ്ഞ അഭിപ്രായം വിസ്മയ മോഹൻലാൽ പറഞ്ഞ അഭിപ്രായം തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം വെച്ചാൽ പേളിമാണി ഇപ്പം ഞാൻ ആ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുകയായിരുന്നില്ല അവിടെ ചെയ്തത്. ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും പേളിമാണിക്കാണെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവും എന്നുള്ള തോന്നില്ല. കാര്യം പുള്ളിക്കാരുടെ അഭിപ്രായം പറഞ്ഞുള്ള രീതിയിൽ ആൾക്കാർ എടുക്കുള്ളൂ. പക്ഷെ അവിടെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് രണ്ടുപേരെയും ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുകയും പിന്നീട് ഈ പറയുന്ന ഫീൽഡ് ഫിലിം മേക്കർ അങ്ങനെ കുറച്ച് പുള്ളിക്കാരി പിന്നീട് കാണിച്ചു കൂട്ടിയപ്പോഴാണ് ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത്. അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ പേളിമാണിയുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. കഴിഞ്ഞ ദിവസം ഏതൊരു പ്രോഗ്രാമിന് വന്ന സമയത്തേക്കിന് പേളിമാണിയുടെ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. പുള്ളിക്കാരി സാധാരണ അവിടെ വരുന്ന ഇതുപോലെ ഒരു പ്രോഗ്രാമിലൊക്കെ വരുമ്പോഴത്തേക്കിന് അത്യാവശ്യം ഓളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. പക്ഷെ എന്തോ ഇപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. മേ ബി ഈ ഉണ്ടായിരിക്കുന്ന ഭയങ്കര ഭീകരമായിട്ടുള്ള അൺഫോളോസ്, ഇപ്പം വീഡിയോയുടെ വ്യൂവർഷിപ്പ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു ഇതാണല്ലോ, എഫക്റ്റ് ആണല്ലോ പുള്ളിക്കാരുടെ ഒരൊറ്റ ഒരു ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. മേ ബി അതിൻ്റെയൊക്കെ ആയിരിക്കാം. മുഖത്തിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വാട്ടം പോലെയും ആൾക്കാരാണെങ്കിലും പഴയ ഒരു വൈബ് പുള്ളിക്കാരുടെ അടുത്ത് തിരിച്ച് അവരിത് കാണിക്കുന്നില്ല. പിന്നെ കമന്റ് ബോക്സ് നമുക്ക് നോക്കാം. ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന പേരിൽ ചളിപ്പുണ്ട് മുഖത്ത്, ലൈക്കൊന്നും അങ്ങനെ ഒന്നും അങ്ങനെ കയറുന്നില്ലല്ലോ മാണി, വെറും കോമഡി പീസുകൾ. നീ എന്നാ ദുബായിലേക്ക് വരുന്നത്? ഞങ്ങൾ സ്വീകരിക്കാനിരിക്കുകയാണ്. സുമി, ഇത് നിങ്ങൾ വേറെ ടോണിൽ പറഞ്ഞതല്ലോ. നീ എന്നാ ദുബായിലേക്ക് വരുന്നത്? ഞങ്ങൾ സ്വീകരിക്കാനിരിക്കുകയാണ് എന്നല്ലല്ലോ അല്ലേ പറഞ്ഞത്.
പിന്നെ ചേച്ചി ബഹിരാകാശ യാത്ര കഴിഞ്ഞ് എപ്പോൾ എത്തി, ഒരു ചാണകം നിലത്തിട്ട് കൊടുക്കുക, ചേച്ചി ചവിട്ടാതെ നടക്കട്ടെ, അതൊരു ഡാൻസ് സ്റ്റെപ്പ് ആയിട്ട് കണക്കാക്കാം. പേളിമാണി ചളിയത്തി ചാണകം മൈൻഡ് ചെയ്യാൻ പോവണ്ട, ചേച്ചി ഫീൽഡ് ഔട്ടായി, അൺഫോളോഡ്, തിരിച്ച് വീട്ടിൽ പോയി സേഫ് ആയിരിക്കുക. കാര്യം അന്ന് പുള്ളിക്കാരി ആ കുട്ടികളുടെ അടുത്ത് സേഫ് ആയിട്ട് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ അടിച്ചേക്കുന്നത്. താല്പര്യമില്ല, ഉടായിപ്പ് പൊളിഞ്ഞതിൻ്റെ ചമ്മലുണ്ട് ഫേസിൽ, ആർക്കും മൈൻഡില്ല, സംഘി കോമാളി, മഴക്കാലമല്ലേ കൂടുതൽ മാളത്തിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, നല്ല പരിപാടി, കൊട്ടി നടന്നാൽ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതാണ് പുള്ളിക്കാരിയൊക്കെ പഴയ ആ ഒരു വൈബൊന്നും ആൾക്കാർ തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നില്ല. പുള്ളിക്കാരിയുടെ മുഖത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഇപ്പം സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന ആൾക്കാർക്ക് ജെന്യൂനായിട്ട് അവരുടെ അഭിപ്രായം നോക്കിയിട്ട് എത്രയോ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അൺഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടെന്ന് അവരവരുടെ മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ഒരു 1-2 ആൾക്കാരല്ലേ, 4 ലക്ഷം 4-5 ലക്ഷം ആൾക്കാർ ത്രടിപ്പിച്ചൊക്കെ പോയതല്ലേ. അപ്പം ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ ഫേസ് എന്നുള്ള ഒരു ചിലപ്പോൾ പുള്ളിക്കാരുടെ ആ ഒരു മൈൻഡിൽ ഉണ്ടാവും. പക്ഷേ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ റീസെൻ്റ് വ്യൂവർഷിപ്പാണ്. കാര്യം ആ ഒരു സോറി പറഞ്ഞിട്ടേക്കുന്ന ഒരു വീഡിയോ ഇല്ലേ, അത് പുള്ളിക്കാരി റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് ആക്കിയിട്ടുള്ളതായിരിക്കാം. എന്നാണെങ്കിൽ അതിപ്പോൾ അവരുടെ ചാനലിൽ കാണാനില്ല. അതിനുശേഷം ഇട്ടേക്കുന്ന വീഡിയോ ഹൈക്കിംഗ് ടു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാട്ടർഫാൾ ഇൻ സ്ലൊവാക്കിയ, അതിന് 1.4 ലക്ഷം. അന്ന് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐ ഫൗണ്ട് സ്ലൊവാക്കിയാസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേക്ക്, ആ വീഡിയോയ്ക്ക് വെറും 42K. അതിനുശേഷം ഇട്ടേക്കുന്ന വീഡിയോയ്ക്ക്, അതായത് ഒരു ദിവസം മുന്നേ ഇട്ടേക്കുന്ന വീഡിയോയ്ക്ക് 28K മാത്രം. അതായത് പുള്ളിക്കാരിക്ക് നോർമലി കിട്ടുന്ന വ്യൂവർഷിപ്പിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി. അത് ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം നമ്മളുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കരിയറിൽ ഉണ്ടാകുന്ന വലിയൊരു ഡൗൺഫോൾ ആണ്. ഇതിനു മുമ്പ് പല ആൾക്കാരുടെയും ഇങ്ങനെ ഒരു ഡൗൺഫോളിലോട്ട് പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ തിരിച്ചു വന്നിട്ടുമുണ്ട്. പക്ഷേ ഇതുപോലൊരു സിറ്റുവേഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരാളുടെ കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പം ലാലേട്ടൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം പെർളിമാണി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ മകളാണോ ലാലേട്ടനാണോന്ന് പോലും ആൾക്കാർ നോക്കില്ലേ. കാര്യം നമ്മളുടെ ഈ സംഘിക്കൂട്ടങ്ങളല്ലാത്തുള്ള ബാക്കി ആളുകൾക്ക് എപ്പോഴും നമ്മുടെ രാജ്യം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഏതൊരു താരാരാധനയും ഒക്കെ വരുന്നത്. നമ്മുടെ രാജ്യമാണ് നമുക്ക് മെയിൻ. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു രീതിയിൽ വന്നതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത്രയും ഒരു അവസ്ഥ പുള്ളിക്കാരിക്ക് വന്നിട്ടുള്ളത്. മുമ്പൊരിക്കൽ പുള്ളിക്കാരി ഒരു തോട്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടെ ഇൻസ്റ്റ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ദേ ടോൾഡ് മീ നോട്ട് ടു ബി സോ ഫ്രണ്ട്ലി വിത്ത് എവരി വൺ, കുറച്ച് ജാടയൊക്കെ വേണം കേട്ടോ, ഓൺലി ദെൻ യു വിൽ ഗെറ്റ് റെസ്പെക്ട്. ആൻഡ് ഐ സെഡ് ഓ താങ്ക് ഗോഡ്, ഐ ജസ്റ്റ് വാണ്ട് ടു ബി ലൗഡ്, സോ ഐ വിൽ റിമെയിൻ ദിസ് വേ. ആക്ച്വലി പേളിമാണിയുടെ ഏറ്റവും വലിയൊരു USP വീഡിയോകളുടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കബിലിറ്റി ആയിരുന്നു. ആ ലൈക്കബിലിറ്റി ആണ് പേളിമാണിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ജാട ഇട്ടാലേ റെസ്പെക്ട് കിട്ടൂ അങ്ങനെയൊന്നും അല്ല. ഇവിടെ പേളിമാണിയോടുള്ള ആൾക്കാർക്ക് ആ ഒരു മതിപ്പ് കാര്യങ്ങൾ, ആ ഒരു ലൈക്കബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ടത് ആ ഒരൊറ്റ സാധനത്തിൻ്റെ പുറത്തായിരുന്നു. അവിടെ പേളിമാണിക്ക് പാളിപ്പോൾ അതിനുശേഷം അവർ സോറി പറഞ്ഞിട്ട വീഡിയോക്കകത്താണെങ്കിൽ പോലും ഈ ഒരു ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ ക്ലാസ് പോലെയൊക്കെ ആയപ്പോഴത്തേക്കിന് ആൾക്കാർക്ക് അത് പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമുക്കാണെങ്കിൽ കാണുമ്പോഴത്തേക്കിന് ഇത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് പോയി ആ ഒരു ഇത്. കാര്യം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലോടൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മുടേതായിട്ടുള്ള ചില മണ്ടത്തരങ്ങൾ കൊണ്ട് ഒരു ചാനലിൽ കാണിച്ചിരിക്കുന്ന ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമ്മുടെ ചാനൽ ഇതുപോലെ മുമ്പ് 1-2 തവണ ഡൗൺ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മളെ ഭയങ്കര കോൺഫിഡൻസ് ആണ്, ഇന്നലെ നാളെ നമ്മൾ എന്തായാലും കയറി എന്നുള്ളൊരു വിശ്വാസം നമുക്ക് നമ്മളോട് തന്നെ ഉണ്ട്. അപ്പം ആ ഒരു സമയത്തേക്ക് ചാനലൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി, വീഡിയോ ഒന്നും കയറുന്നില്ല, ഈവൻ ഒരു 10K വ്യൂസ് പോലും അടിക്കാത്ത രീതിയിലോട്ട് ചാനലിൻ്റെ അവസ്ഥ അറിയുക. അങ്ങനെ കുറച്ച് നാളൊക്കെ പോയി. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ തിരിച്ച് കൊണ്ടുവന്നു. നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഡൗൺഫാളിലോട്ടൊക്കെ പോകുന്ന സമയത്തേക്കുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. എന്താണെങ്കിലും തിരിച്ചു വരാൻ പുള്ളിക്കാരിക്ക് സാധിക്കട്ടെ. എന്താണെങ്കിലും ഇതിന് ശേഷം ഈ പറയുന്ന സീമാജി നായറിന് മാത്രമായിരുന്നില്ല, ഈ ബീന ആന്റണി പുള്ളിക്കാരിക്കൊക്കെ തന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരികയും കുറേ ആൾക്കാർ ഇതുപോലെ സെയിം സാധനം എന്താണ് ലാലേട്ടനെ ഈ പറയുന്ന പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് തുടക്കം മൂവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരൊക്കെ എല്ലാവരും ചേർന്നിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം. റിലീസാകാൻ പോകുന്ന തുടക്കം എന്ന സിനിമയ്ക്കും വിസ്മയയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. വിസ്മയ ഓൾ ദി ബെസ്റ്റ്. ഇതിന്റെ കമന്റ് ബോക്സിൽ ആൾക്കാർ വരുന്നുണ്ട്. സോപ്പിംഗ് ഫോർ മോഹൻലാൽ പോ, ഭയങ്കര സുഖിപ്പിക്കൽ, ലാലേട്ടനെ വിസ്മയ ലാലേട്ടന്റെ മകളായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു മറുപടിയായിട്ട് പുള്ളിക്കാരി അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇന്നലെ ഞങ്ങളൊരു ഞാനും തെസ്നി, സിയ, അംബിക ചേച്ചി ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് വന്ന വഴി
ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇന്ന് വിസ്മയുടെ പടം തുടങ്ങുകയാണല്ലോ, അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു വിഷസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഇങ്ങനെ. അതിട്ടപ്പോ കുറെ കമന്റ് കണ്ടു, ലാലേട്ടനെ പ്ലീസ് ചെയ്യാനാണ്, സോപ്പിടാനാണെന്ന്. ചിരി വരണം ഞങ്ങക്ക്. ഇത്രയും വർഷം ലാലേട്ടന്റെ കൂടെ യോധയിൽ അഭിനയിച്ചത് ഞാൻ, അങ്ങനെ ഓരോരുത്തർ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഒന്നും ലാലേട്ടനെ സോപ്പിടേണ്ട ആവശ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് പറ്റിയ കഥാപാത്രം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയാല് തോന്നിയാല് അവര് വിളിക്കും. അതല്ലാതെ വിസ്മയെ ഞങ്ങള് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ലാലേട്ടൻ ഞങ്ങളെ വിളിക്കാം. ഇവിടെ ഇന്ന് ചിരി വരണം ഇത് കണ്ടിട്ട്. പിന്നെ എന്താണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ഒരു സാധാരണ ഒരു പെൺകുട്ടി എന്നല്ലാണ്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകളെന്ന രീതിയിലല്ല. പിന്നെ വിസ്മയ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു കുട്ടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വിസ്മയെ. ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നു ആ പടം നന്നായിട്ട് ഓടണമെന്ന്. ലാലേട്ടന്റെ മോളായതുകൊണ്ടല്ല ഒരിക്കലും. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടി. അവള് പിന്നെ ഭയങ്കര ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് അവളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് പിന്നെ എന്താണ് ഇത്രയും വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രം ആ പടം നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അതിനുകൊണ്ട് ഞങ്ങളൊരു വിശ്വാസം അറിയിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഒരു സോപ്പിങ്ങും ഇല്ല, ഒരു പതപ്പിക്കലും ഇല്ല, ഒന്നുമില്ല, നത്തിങ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ റിപ്പോർട്ടൊന്നും അറിയില്ല. എന്തായാലും നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പതപ്പിക്കലിനൊക്കെ വേണ്ടിയിട്ടായിരുന്നുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ എന്തോ ഒരു സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ വന്നിട്ട് ഇവർക്ക് ഇതുപോലെ ഈ സോപ്പിങ് കാര്യങ്ങളൊക്കെ നടത്തിയാൽ മതിയായിരുന്നല്ലോ. ഇവിടെ ആൾക്കാർ ഈ ചെയ്യുന്ന വിസ്മയ മോഹൻലാലിന് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ സംഘിക്കൂട്ടങ്ങൾ ഇതിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ സിനിമയ്ക്കൊപ്പം വിസ്മയ മോഹൻലാലിനൊപ്പം നിൽക്കണമെന്ന് ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് ഈ പറയുന്ന സംഘിക്കൂട്ടങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് പോയിട്ട് ഇതുപോലെ അവരെയും പോയിട്ട് ഇതുപോലെ നിങ്ങൾ എന്താണ് ബൈലേമാനയുടെ കാര്യത്തിൽ പറഞ്ഞില്ല അതൊന്നും പറഞ്ഞുകൊണ്ട് എന്തുവാടേ ഇത് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ സംഘിക്കൂട്ടങ്ങളെ ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കൊരു മങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷെ ഒരിക്കലും ഒരു സംഖ്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണെങ്കിലും കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.